പടയണി കലാരൂപത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ആരംഭിച്ച പത്തനംതിട്ട കടമനിട്ട പടയണി ഗ്രാമം നാശത്തിന്റെ വക്കിലാണ്. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം കെട്ടിടങ്ങളെല്ലാം തകർച്ചയുടെ വക്കിൽ. ഉദ്ഘാടനം നടത്തി 1 വർഷം പോലും പ്രവർത്തിക്കാൻ ആകാതെയാണ് പടയണി ഗ്രാമം തകർച്ചയിലേക്ക് എത്തിയത്. പടയണിക്കലയുടെ വികസനത്തിനും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും പടയണി കലാരൂപത്തെ അറിയുവാനുമുള്ള വിശാലമായ പദ്ധതിയായിരുന്നു പടയണി ഗ്രാമം. എന്നാൽ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ആലോചനയിൽ മാത്രമായി ഒതുങ്ങി. കടമനിട്ട പടയണി ഗ്രാമം ഇന്ന് നാശനത്തിന്റെ വക്കിലാണ്. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തകർന്നു. പടയണി കലാകാരന്മാർ തന്നെ പണം ചെലവിട്ട് തയ്യാറാക്കിയ പടയണി മ്യൂസിയവും ചോർച്ച കാരണം നശിച്ചു. മുളയും പരമ്പും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി. പടയണിക്കളരി പരിശീലനത്തിന് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. പരിസ്ഥിതി സൗഹൃദത്തിലുണ്ടാക്കിയിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകൾവശം എല്ലാം മുളയാണ്. അതിനിട്ടിരിക്കുന്ന ഷീറ്റും മുളയാണ്. ഇത് മുഴുവൻ ദ്രവിച്ച് ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. വെള്ളം ഇറങ്ങി മ്യൂസിയത്തിലുണ്ടായിരുന്ന സർവ്വമാന സാധനങ്ങളും പോയി. ഈ ഭിത്തിയെക്കൂടൊക്കെ വെള്ളം ചോർന്നൊലിക്കുക. കാറ്റിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മൂലയൊക്കെ ഇട്ടിരിക്കുന്ന ഭാഗം എല്ലാം പറന്നങ്ങ് ഇളകിപ്പോവാം. റൂഫ് മുകൾവശമൊക്കെ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ വെറുതെ തുറന്ന് അന്തരീക്ഷത്തിൽ വായുവിൽ നേരിട്ട് ഇറങ്ങത്തക്ക രീതിയിലാണ് കിടക്കുന്നത്. വെയിലും മഴ ഒരുപോലെ അതിനകത്തേക്ക് ഇറങ്ങണം. ഇതിൻ്റെ തറയൊക്കെ പലക കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ ഈ വെള്ളം കയറി നാശമാകുന്നു. അതുപോലെ വിശ്രമത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഹട്ടുകൾ, ഈ ഹട്ടുകൾ ഭിത്തിയും മേൽക്കൂര മുഴുവൻ മുളയാണ്. ഇതിനകത്ത് പാമ്പ് കയറും. ഈ മുളയുടെ സൈഡിൽ കൂടെ ഒക്കെ പാമ്പ് കയറി ഇതിനകത്ത് കയറുന്നുണ്ട്. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് അതിനകത്ത് കിടക്കാനുള്ള യാതൊരു സജ്ജീകരണവും ഇല്ല. 2007 3.5 ഏക്കറിൽ പടയണി ഗ്രാമത്തിനായി പണി തുടങ്ങിയത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായാണ് നിർമ്മാണം പുരോഗമിച്ചത്. ടൂറിസം വകുപ്പാണ് കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. പണി തുടങ്ങി 15 വർഷത്തിന് ശേഷമാണ് പടയണി ഗ്രാമം ഭാഗികമായി പ്രവർത്തനം തുടങ്ങിയത്. എന്നാൽ 1 വർഷം പോലും പ്രവർത്തിക്കാൻ സാധിക്കാതെ ഇന്ന് പടയണി ഗ്രാമം ഈ കാണുന്ന അവസ്ഥയിലായി. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ചേർന്ന വിധമല്ല നിർമ്മാണം എന്നതാണ് വീഴ്ചയായത്. തകരാറുകൾ പരിഹരിക്കണമെങ്കിൽ ഇനിയും വലിയ തുക ചെലവാക്കേണ്ട അവസ്ഥയിലാണ്. ജനം, പത്തനംതിട്ട.